ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത്, നമുക്കറിയാം നമ്മളുടെ ഡ്രൈവർ എക്സാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും വരുന്ന എക്സാമുകളാണ്. കുറേയധികം വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും കുറേയധികം രീതിയിലുള്ള പല രീതിയിലുള്ള ഡ്രൈവർ എക്സാമുകളും PSCയിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ നമുക്കിപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ 2 മാസത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മളുടെ യൂണിഫോം പോസ്റ്റിലുള്ള ഡ്രൈവർ എക്സാമുകളുടെ ഒക്കെ എക്സാമുകൾ തീർന്നു. പോലീസ് ഡ്രൈവർ തീർന്നു, ഫയർമാൻ ഡ്രൈവർ തീർന്നു, അതോടൊപ്പം തന്നെ പ്രിസൺ ഡ്രൈവർ. ഈ 3 ഡ്രൈവർ എക്സാം അതിന് യൂണിഫോം ലെവലിലുണ്ടായിരുന്നു. ഇത് തൊട്ട് മുന്നത്തെ മാസമായിട്ട് മുന്നേ ഇപ്പോൾ നമുക്ക് ഡ്രൈവർ കം OAയുടെ എക്സാമും ഇതാ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ചോദിക്കുന്നു, പലപ്പോഴും നമ്മളോട് ഡ്രൈവർ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആയിട്ടായിട്ടും അല്ലാതെ കൂടുതലായിട്ട് എൻക്വയറി വരുന്നത് പുതിയ ബാച്ചുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ ഇനി അടുത്ത പുതിയ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളത്. അപ്പോൾ ആ ഭാഗങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ഐഡിയ തരിക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രൈവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, ഇനി വരാൻ പോകുന്ന എല്ലാ ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടില്ല ഒരു ലോങ് ടേം ബാച്ച് CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇനി വരാൻ പോകുന്ന ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് അറിയാം, യൂണിഫോം പോസ്റ്റുകളായ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡ്രൈവർ എക്സാമുകളിൽ നമ്മൾ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് അറിയുന്നത് ഏതാണ്? പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറും അതോടൊപ്പം തന്നെ ഫയർമാൻ ഡ്രൈവർ, അല്ലേ? പിന്നെ കഴിഞ്ഞ തവണ നമുക്കൊരു പ്രിസൺ ഡ്രൈവറും കൂടി പുതിയതായിട്ട് നമുക്കൊന്ന് കിട്ടി. അപ്പോൾ ഈ പ്രിസൺ ഡ്രൈവറാണ് നിൽക്കട്ടെ, അതിന് മുന്നേ നമുക്ക് ഈ പോലീസ് ഡ്രൈവറും ഫയർമാൻ ഡ്രൈവറിനെ കുറിച്ച് പറയാം. കാരണം ഫയർമാൻ ഡ്രൈവറും പോലീസ് ഡ്രൈവറും പുതിയതായിട്ട് 2 വർഷങ്ങൾക്ക് മുന്നേ 2-3 വർഷങ്ങൾക്ക് മുന്നേ നോട്ടിഫിക്കേഷൻ ആദ്യമായിട്ടല്ല നോട്ടിഫിക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇറങ്ങി. എങ്ങനെ വന്നു? അതിൽ ഡ്രൈവറിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ പുതിയതായിട്ട് ആഡ് ചെയ്ത് നല്ലൊരു ഡ്രൈവറിന്റെ ഒരു ജോലിയോടുള്ള ഒരു നല്ലൊരു കൃത്യമായിട്ടുള്ള ഒരു സിലബസോട് കൂടിയിട്ട്, അല്ലേ, ജോലിക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സിലബസോട് കൂടിയിട്ട് PSC ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. അപ്പോൾ അതിൽ വന്നിട്ട് നമുക്ക് ആ ഒരു ഡ്രൈവർ എക്സാം കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞോടുകൂടി തന്നെ അടുത്ത ആ ഡ്രൈവർ എക്സാമിന്റെ ഷോർട്ട് ലിസ്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ അടുത്ത ഡ്രൈവറിന്റെ PSC പബ്ലിഷ് ചെയ്തിരുന്നു. അതായത് നമുക്കറിയാം, നമ്മളുടെ പോലീസ് ഡ്രൈവർ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഫയർമാൻ ഡ്രൈവർ ആയിട്ടാണെങ്കിലും നമുക്ക് 2 ഡ്രൈവർ എക്സാം ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂണിഫോം പോസ്റ്റിലുള്ളത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പോലീസ് ഡ്രൈവറും അതേപോലെ തന്നെ ഫയർമാൻ ഡ്രൈവർ, അല്ലേ, ഫയർമാൻ ട്രെയിനി ഡ്രൈവർ എന്നാണ് പോസ്റ്റിന്റെ പേര് പറയല്. മറ്റേത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, നമ്മൾ ഷോർട്ടായിട്ട് പോലീസ് ഡ്രൈവർ എന്ന് പറയും, അല്ലെങ്കിൽ ഫയർമാൻ ഡ്രൈവർ എന്ന് പറയും. കാരണം ഡ്രൈവിംഗിൽ തന്നെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള യൂണിഫോം ഇടാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് പോലീസ് ഡ്രൈവറും ഫയർമാൻ ഡ്രൈവറും. ഈ രണ്ടിൻ്റെയും റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് 1 ഇയർ മാത്രമേ ഉള്ളൂ. പുതിയ ഈ യൂണിഫോം പോസ്റ്റുകളുടെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അതായത് ഇതിനർത്ഥം ഓരോ വർഷം റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞ് കൃത്യം 1 വർഷത്തിൻ്റെ ഉള്ളിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവും. ഇപ്പൊ നിങ്ങൾ PSCയുടെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്നതിന് മുന്നേ ആയിട്ടും 6 മാസങ്ങൾക്ക് മുന്നേ 3 മാസങ്ങൾക്ക് മുന്നേ ഒക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? നോട്ടിഫിക്കേഷൻ പുതിയതായിട്ട് വരുത്തി അതിൻ്റെ കൂടെ തന്നെ എക്സാം നടന്ന് ആ ലിസ്റ്റ് എക്സ്പയർ ആകുന്നേക്കും പുതിയ ലിസ്റ്റ് പുതിയതായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് PSCയുടെ പുതിയൊരു ട്രെൻഡ്. നിങ്ങൾക്ക് എക്സാമുകൾ കുറേ ആയിട്ട് എഴുതുന്ന ആളുകൾക്ക് ആ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്നത്. സോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇനി പറയാൻ പോകുന്ന പോലീസ് ഡ്രൈവറും ഫയർമാൻ ഡ്രൈവറും 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എക്സാം കഴിഞ്ഞു, അടുത്ത വർഷത്തേക്കുള്ളത് അതിന് മുന്നേയായിട്ട് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിന്റെ ഷോർട്ട് ലിസ്റ്റ് ആകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ വരും. പിന്നെ PSCയുടെ നോട്ടിഫിക്കേഷനും എക്സാം നടത്തുന്നതിൻ്റെ ഒരു ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം 1 വർഷം ഇപ്പോൾ 2023 ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, അതിൻ്റെ എക്സാം നിർബന്ധമായിട്ടും അവർ 2024 എക്സാം നടത്തിയിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് എക്സാം കാലണ്ടറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും PSCയുടെ സൈറ്റിൽ കയറിയിട്ട് തന്നെ. 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, 2025 എക്സാം നടത്തിയിട്ടുണ്ടായിരിക്കും ഓരോ വർഷത്തേക്ക്. സോ നമുക്ക് 2025 എൻഡോടുകൂടി അല്ലെങ്കിൽ 2026 സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ഒരു ഡ്രൈവർ നോട്ടിഫിക്കേഷൻ, ഫയർമാനും പോലീസും ഡ്രൈവർ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ പറ്റും. ഇതിന് കാരണം പറയുന്നത്, ഇതിന് തൊട്ട് മുന്നത്തെ ഡ്രൈവർ എക്സാം അങ്ങനെ തന്നെയായിരുന്നു. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്ന ഉടനെ അതോടൊപ്പം തന്നെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ഈ പുതിയ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അതിന്റെ ഫിസിക്കലും മെഷർമെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുന്നു, അപ്പോയിന്റ്മെന്റ് കിടക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാവുന്ന ഒരു കമന്റും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വേക്കൻസീസ് ഒന്നും കൂടുതൽ ഉണ്ടായിരിക്കില്ല എന്നായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്. വേക്കൻസീസ് എന്തായാലും വേക്കൻസി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുണ്ടാവും. ആദ്യ കാലങ്ങളിൽ നടന്ന പോലെ ഒരു ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ടായിരിക്കില്ല. പക്ഷെ നമുക്ക് വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് കുറേ വേക്കൻസീസിന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് കയറി പറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു വേക്കൻസി പോരെ.
ആ ഒരു വേക്കൻസി ഏറ്റവും മുകളിലായാൽ പോരെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ മുന്നിൽ ഏതൊരു ഡ്രൈവർ എക്സാമിനാണെങ്കിലും വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. ഡ്രൈവിങ്ങിന്റെ റിലേറ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാതെ ജനറൽ നോളജിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും മാത്സ് ആൻഡ് മെന്റബിലിറ്റി വന്ന ഭാഗത്താണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. ആ സിലബസ് നോക്കിയിട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാലോ, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം. പിന്നെ ഇനി എന്തെങ്കിലും മാറ്റം നമ്മുടെ നോട്ടിഫിക്കേഷനോ കലണ്ടർ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എക്സാം കലണ്ടറോ അല്ലെങ്കിൽ നമ്മളുടെ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സിലബസ് പബ്ലിഷ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ മാറ്റം ഉൾക്കൊണ്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം നമുക്ക് കിട്ടും. നമ്മൾ ബാച്ചുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവസാന സമയങ്ങളിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുറേ ആളുകൾക്ക് പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയയിലെ ക്ലാസ്സസ് മുഴുവനായിട്ട് അവർക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവരെന്നെ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് നമുക്ക് അത്രയും ഏരിയ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു ഡ്രൈവർ എക്സാം പ്രിപ്പയർ ചെയ്ത് ഒരു PSC സർവീസിൽ ഗവൺമെന്റ് സർവീസിൽ PSC എക്സാമിലൂടെ കയറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം. അതിന് വേണ്ട സിലബസ് എന്തെന്ന് മനസ്സിലാക്കി, നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കി, എനിക്ക് പറ്റുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണോ ഇത് നോക്കണം. നമ്മളൊരു പോലീസ് ഡ്രൈവർ ആണെങ്കിലും ഫയർമാൻ ഡ്രൈവർ ആണെങ്കിലും ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടേ? ആ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എനിക്ക് പറ്റുന്നതാകണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റ് ആണെങ്കിലും ഹൈറ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലേ, നമുക്ക് നമ്മളെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുന്ന ലെവലിലുള്ളതൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആ PSC ആയിട്ട് മുൻകൈ എടുത്തിട്ട് ഇറങ്ങാൻ. അങ്ങനെ ഇറങ്ങിയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സിലബസ് നോക്കി പഠിക്കുക. അപ്പോൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ തന്നെയാണ്. ഡ്രൈവിങ്ങിന്റെ ഭാഗങ്ങൾ നമുക്കറിയാം, 30 മാർക്കിന്റെ ഡ്രൈവിംഗ് ആണെങ്കിലും OA പോലുള്ള എക്സാമുകൾക്ക് 50 മാർക്കിന്റെ ഡ്രൈവിംഗ് ആണ് വരുന്നതെന്നുണ്ടെങ്കിലും ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആദ്യകാലങ്ങളിൽ നമുക്ക് ഈ ഒരു സിലബസ് മാറിയ സമയത്ത് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മളെ മുന്നിൽ ഉള്ളതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ മുന്നിൽ വന്ന് കിടക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്ത് ഏതൊക്കെ ഭാഗത്ത് നിന്നാണോ എക്സാമിന് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്തതിൽ നിന്നും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതും എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും നോക്കിയാൽ ഇപ്പം നമുക്ക് കറക്റ്റ് നോക്കിയാൽ മതി. CMVR ഉം KMVR ഉം മോട്ടോർ വെഹിക്കിൾ ആക്റ്റും ഈ 3 കാര്യങ്ങളാണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. CMVR ഉം KMVR ഉം മോട്ടോർ വെഹിക്കിൾ ആക്റ്റും ആണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ CMVR ലും KMVR ലും മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ ലൈസൻസിങ് ഓഫ് ഡ്രൈവേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടില്ല എങ്കിലും നമുക്ക് ലൈസൻസിങ് ഓഫ് ഡ്രൈവർക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ പഠിക്കണം. അതിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വാലിഡിറ്റി പഠിക്കണം, ലൈസൻസ് എടുക്കാൻ പോകുന്നത് പഠിക്കണം, അതിന് വേണ്ട ഫോമുകൾ പഠിക്കണം അല്ലേ, ആ ലൈസൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിന് വേണ്ട അടക്കേണ്ട ഫീസിന്റെ കാര്യങ്ങൾ പഠിക്കണം, ഇനി ഏതൊക്കെ ടൈപ്പ് ലൈസൻസ് ഉണ്ട് എന്ന് പഠിക്കണം അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് വരിക. ദെൻ രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾ, നമ്മളൊരു വാഹനം രജിസ്റ്റർ ചെയ്യുന്നത് എത്ര വർഷത്തേക്കാണ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുക, ട്രാൻസ്പോർട്ട് വാഹനത്തിന് നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ എത്ര കിട്ടും, അതിന്റെ ഫിറ്റ്നസ് പെർമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. അത് ആ ഭാഗത്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഡ്രൈവർ എക്സാം എഴുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും നിങ്ങളുടെ മനസ്സിൽ ഇപ്പം തന്നെ വരുന്നുണ്ടാവും, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചോദിക്കൂലേ, എന്തായാലും ഡ്രൈവർ എക്സാമിൽ ഉണ്ടായിരിക്കും. ദെൻ വെഹിക്കിൾ സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി സ്റ്റാൻഡേർഡുകളും പൊല്യൂഷൻ സ്റ്റാൻഡേർഡ്, എമിഷൻ സ്റ്റാൻഡേർഡ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. BS4 BS6 നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമുക്ക് ചോദിക്കാറുണ്ട്. അതേമാതിരി തന്നെ പൊല്യൂഷൻ സ്റ്റാൻഡേർഡ് അറിയാലോ, എല്ലാവർക്കും അറിയാലോ, എമിഷൻ സ്റ്റാൻഡേർഡ് നമുക്ക് അറിയാലോ, ആ കാര്യങ്ങളൊക്കെ തന്നെ. ദെൻ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ചെറിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങളുണ്ട്, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒഫൻസസ് ആൻഡ് പെനാൾട്ടീസ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. ഒഫൻസസ് ആൻഡ് പെനാൾട്ടീസ്, നിയമങ്ങളും കുറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട ശിക്ഷയും കാര്യങ്ങളും സെക്ഷൻസ് ഒക്കെ, ഈ ഭാഗങ്ങൾ നമുക്ക് കുറേ ഉണ്ട്. ഈ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 40ഓളം സെക്ഷൻസ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഈ 40 സെക്ഷൻസ് നമ്മൾ എക്സാമിൻ്റെ ഒരു മാസം മുന്നേ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ പഠിക്കും. പക്ഷേ എക്സാമിന് പോകുന്ന സമയത്ത് ആ ഫൈനിൻ്റെ എമൗണ്ട് നമ്മൾ തെറ്റി ചെയ്തു, അല്ലെങ്കിൽ ആ സെക്ഷൻ നമ്പർ നമ്മൾ തെറ്റി ചെയ്തു. കാരണം നമ്മൾ ഒക്കെപ്പാടെ ഒന്നിച്ച് നമ്മളുടെ മൈൻഡിൽ കയറുന്ന സമയത്ത്. സോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഡ്രൈവർ എക്സാമിന് നേരത്തെ പഠിച്ചു തുടങ്ങുന്ന ആളാണെങ്കിൽ ഈ ഒഫൻസ് ആൻഡ് പെനാൾട്ടീസ് കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങുക, കുറച്ചായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഏരിയ നിങ്ങൾക്ക് കൂടുതൽ ഭാഗങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കയറും, നമുക്കത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ പവർ ഓഫ് അതോറിറ്റീസ്, നമ്മുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള അതോറിറ്റീസ്, നമ്മുടെ രേഖകൾ പിടിച്ചെടുക്കാനുള്ള അതോറിറ്റീസിൻ്റെ പവർ കാര്യങ്ങളൊക്കെ. പിന്നെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കുള്ള റെഗുലേഷൻസ്, സ്പെഷ്യൽ ഗവൺമെന്റ് പ്രൊവിഷൻസ്, അതേപോലെ തന്നെ വെഹിക്കിൾ സ്റ്റാൻഡേർഡ്സ് ഒരിടം പറഞ്ഞു, അതിൻ്റെ സെയിം കൊടുത്ത് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് എന്തിൽ വരുന്നത്, കൂടുതലായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് അറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത് ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓരോ ട്രാഫിക് റൂൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. റോഡിലെ സൈൻസും സിഗ്നൽസ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. റോഡിലെ റോഡ് മാർക്കിങ്സ് ഉണ്ടാവുമല്ലോ, ലോഞ്ചിട്ടുള്ള മാർക്കിങ്സ് എന്താണ്, ട്രാവേഴ്സ് മാർക്കിംഗ് എന്താണ്, എങ്ങനെയൊക്കെയാണ് മാർക്കിങ്സ് ഉണ്ടായിരിക്കുക എന്നെല്ലാം അറിഞ്ഞിരിക്കണം. ദെൻ ഡ്രൈവിംഗ് പ്രാക്ടീസസ്,
ഡ്രൈവിംഗ് പ്രാക്ടീസസിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെ, ഒരു മൾട്ടി ലൈൻ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഓടിക്കേണ്ടത്, ഒരു കുന്നിൻ മുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഓടിക്കണം, അല്ലേ, ഒരു ട്രാഫിക്കിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെ ഓടിക്കണം, അല്ലേ, ഒരു മഞ്ഞ് വീഴുന്ന ഏരിയകളിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളതിൻ്റെ കുറേ ചെറിയ ടേംസ് ഒക്കെ ആയിട്ട് പറയാറുണ്ട്. IPDE പറയാറുണ്ട്, MSM, PSL, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, അല്ലേ, ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കാര്യങ്ങൾ അതിൻ്റെ ടേംസ് ആണ്. നമുക്ക് ആ ഓടിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ആ ടേംസ് എന്താണെന്ന് അറിയില്ല. പെട്ടെന്ന് IPDE ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം IPDE അറിയില്ല. പക്ഷെ IPDE പഠിച്ച ഒരാൾക്ക് IPDE എന്താണെന്ന് കറക്റ്റ് അറിയാൻ കഴിയും. അതേപോലെ തന്നെയാണ് MSM, PSL പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റാക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇത് ഞാൻ പറയുന്നത് ഒരു 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 മാസത്തേക്ക് പഠിക്കേണ്ട കാര്യങ്ങളല്ല. നമുക്കൊരു ലോങ് ടേം ഒരു എക്സാം കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ നമ്മൾ കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒഫൻസ് ആൻഡ് പെനാൾട്ടീസ് ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലേ, കുറേ ടൈപ്പ് ഒഫൻസസ് ആൻഡ് പെനാൾട്ടീസ് നമുക്ക് എന്തിൽ വരുന്നുണ്ട്, ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഒഫൻസസ് ആൻഡ് പെനാൾട്ടീസിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ട്രാഫിക് വയലേഷൻ്റെ ഒഫൻസസ് ചോദിക്കാം. അതേപോലെ തന്നെ ഡ്രൈവിംഗ് അണ്ടർ ഇൻഫ്ലുവൻസ്, നമ്മൾ ആൽക്കഹോളിൻ്റെ ഇൻഫ്ലുവൻസ് കാരണോ അങ്ങനെയുള്ള കാര്യങ്ങൾ, റെക്ലെസ് ഡ്രൈവിംഗ്, സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റിൻ്റെ വയലേഷന്, മൊബൈൽ ഫോണിൻ്റെ യൂസേജ്, ഇതിനൊക്കെയുള്ള ഫൈൻ എമൗണ്ടും കാര്യങ്ങളും, അതിൽ തടവ് ശിക്ഷ ഉണ്ടെങ്കിൽ തടവ് ശിക്ഷ, ലൈസൻസ് ക്യാൻസൽ ആക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നെക്സ്റ്റ് ഓവർലോഡിങ്ങിന് എങ്ങനെ ഫൈൻ വരും. ഒരാൾ ഒരു 10 ടൺ ഓവർലോഡ് വെച്ചിട്ടുണ്ട്, ആ 10 ടണ്ണിന് അപ്പോൾ മൊത്തം അയാൾക്ക് എത്ര ഫൈൻ കിട്ടും, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യണം, പ്രോബ്ലം ആയിട്ട് തന്നെ ചെയ്ത് പഠിക്കണം, അല്ലേ. ഫെയിലിയർ ടു പ്രൊഡ്യൂസ് ഡോക്യുമെന്റ്സ് ഹാജരാക്കാൻ നമ്മൾ നേരം വൈകി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു. പബ്ലിക് സർവീസ് വെഹിക്കിളിന്റെ വയലേഷൻസ്, അതേപോലെ തന്നെ എൻവിറോൺമെന്റൽ ഒഫൻസസ്, നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്നതോ മലിനീകരണം, പുക മലിനീകരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒഫൻസസ് ആൻഡ് പെനാൾട്ടീസ് എന്ന ഭാഗത്ത് വരുന്നത്. കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് എന്നുള്ളത് തന്നെ പറയാം. ഒക്കെപ്പാടെ ഒരു ദിവസം ഒന്നിച്ച് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എത്തുമായിരിക്കും, നമുക്ക് ഒരു തവണ ഒന്ന് വായിച്ചു പോകാൻ എത്തുമായിരിക്കും. പക്ഷെ നമുക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ വാല്യൂസ് എന്തായില്ല കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അതാണ് അറിയേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ട്രാഫിക് സൈനുകൾ 3 തരം സൈനുകളാണെന്ന് എല്ലാവർക്കും അറിയാം. മാൻഡേറ്ററി സൈൻസ്, കോഷണറി സൈൻസ്, ഇൻഫോർമേറ്റീവ് സൈൻസ്. ഇതിന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് മാൻഡേറ്ററി സൈൻ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മാൻഡേറ്ററി സൈൻ വൃത്തത്തിന് ചുവന്ന് ബോർഡറുള്ള വൃത്തത്തിന്റെ അകത്ത് വരുന്ന സൈൻ ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചൂടെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാൻഡേറ്ററി സൈൻ കാണിച്ചു തന്നിട്ട് ഇതാ ഈ ഒരു സൈൻ കാണിച്ചു തന്നിട്ട് അത് എന്താണെന്നുള്ളത് ചോദിച്ചൂടെ, അല്ലേ. ഇങ്ങനെ ഒരു 5 ടീ ഇട്ടിട്ടുണ്ട്, അത് എന്താണെന്നുള്ളത് വേണമെങ്കിൽ ചോദിച്ചൂടെ. ഇങ്ങനെ ഒരു സൈൻ കാണിച്ചു തന്നിട്ട് ഇതെന്താണെന്നുള്ളത് ചോദിക്കാം. ഇനി ഇതന്നെ ഒരു സെന്റൻസ് ആയിട്ട് ചോദിച്ചൂടെ. എങ്ങനെ റൗണ്ട് ആയിട്ട് റെഡ് ബോർഡർ ഉണ്ട്, റെഡ് ബോർഡറിൽ ഒരു 2 ക്രോസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്, പശ്ചാത്തല നിറം നീലയാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിപ്പോൾ മാൻഡേറ്ററി സയൻസിന് മാത്രമാണ്. അപ്പോൾ മാൻഡേറ്ററി സയൻസ് എന്താണ്, കോഷണറി സൈൻ എന്താണ്, അല്ലേ, ഇൻഫോർമേറ്ററി സൈൻ എന്താ. മാൻഡേറ്ററി സൈൻ എന്താ, നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കേണ്ട സാധനമാണ് മാൻഡേറ്ററി. കോഷണറി എന്താ, നമുക്ക് മുന്നറിയിപ്പ് തരുന്ന സൈനുകളാണ് കോഷണറി എന്ന് പറയുന്നത്. ഇൻഫോർമേറ്ററി എന്താ, നമുക്ക് ഇൻഫർമേഷൻസ് തരുന്ന സൈനുകളാണ്, എന്തൊക്കെയാണ് അതിലുണ്ടാകുക, അതിൻ്റെ കളർ പഠിക്കണം, അതിൻ്റെ ഷേപ്പ് പഠിക്കണം, ആ കാര്യങ്ങളൊക്കെ പഠിക്കണം. മാൻഡേറ്ററി സയൻസ് കുറേയധികം മാൻഡേറ്ററി സയൻസ് ഉണ്ട്. കറക്റ്റ് പറയണേ 36 മാൻഡേറ്ററി സയൻസ് ഉണ്ട്. ഇത് M എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിലാണ് സൂചിപ്പിച്ച് തുടങ്ങുന്നത്. M1, M2, M3 അങ്ങനെ ഉണ്ട്. നമുക്ക് ഈ നമ്പർ ഒന്നും അറിയണ്ട, M1 ഏത് വരുന്നു എന്ന് അറിയണ്ട, പക്ഷെ 36 ഉണ്ടെന്നും ആ 36 ഒരു തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കിയിരിക്കണം. കാരണം അതിൽ ഏതെങ്കിലും ഒരു സാധനം ചോദിച്ചിട്ട് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അറിയാൻ കഴിയണം. നെക്സ്റ്റ് അടുത്തത് കോഷണറിയാണ്. കോഷണറിയിൽ ഇതേപോലെ തന്നെയല്ലേ, ഇവിടെ എന്താ ഒരു ഇടുങ്ങിയ പാലം, നാരോ ബ്രിഡ്ജ് ഉണ്ട്, എന്താ ഇവിടെ കാറ്റിൽസ് പോകുന്നുണ്ട്, ഇവിടെ എന്താ ക്രോസ് റോഡ് വരുന്നുണ്ട്, അല്ലേ, മീഡിയൻ ഗ്യാപ്സ് ഉണ്ട്, സൈഡിൽ നിന്ന് റോഡ് വരുന്നുണ്ട്, വലത്തോട്ടുള്ള വളവ്, ഇടത്തോട്ടുള്ള വളവ്, അല്ലേ, അങ്ങനെ പോക്കറ്റ് റോഡ് വരുന്നുണ്ട്, T ജംഗ്ഷൻ വരുന്നുണ്ട്, Y ഇന്റർസെക്ഷൻ വരുന്നുണ്ട്. ഇന്റർസെക്ഷൻ എന്താ, ജംഗ്ഷൻ എന്താ, റൗണ്ട് അബൌട്ട് എന്താ, ഈ കാര്യങ്ങളൊക്കെ എന്തിലാണ് വരുന്നത്, റെഗുലേഷൻസിലാണ് വരുന്നത്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കോഷണറിയിൽ വരുന്നത്. അപ്പോൾ കോഷണറി സയൻസിനെ കുറിച്ച് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കും. നെക്സ്റ്റ് ഇൻഫോർമേറ്ററി സയൻസ്. ഇൻഫോർമേറ്ററി സയൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്, അല്ലേ. അവിടെ ഇന്ന സ്ഥലത്ത് ഹോസ്പിറ്റൽ ഉണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട്, ടാക്സി സ്റ്റാൻഡ് ആണ്, അവിടെ ഓട്ടോറിക്ഷ അങ്ങനെയുള്ള സ്റ്റാൻഡ് ഉണ്ട്, അല്ലേ, സർവീസ് സെന്റർ ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്, പാർക്കിംഗ്, ഇങ്ങോട്ട് ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഇൻഫോർമേറ്ററി വരുന്ന സാധനങ്ങളാണ് നമ്മൾ ഇൻഫർമേഷൻ സയൻസ് ആണ്. നമ്മൾ മാൻഡേറ്ററിനെ നമ്മൾ നേരത്തെ പറഞ്ഞു 36 പറഞ്ഞു. കോഷണറി ഉണ്ട്, ഓൾറെഡി 36 ഉണ്ട്, C വെച്ചിട്ടാണ് നമുക്ക് ഇൻഫോർമേറ്ററി ഉണ്ട്, ഇൻഫോർമേറ്ററിൽ E വെച്ചിട്ടാണ് നമുക്ക് 22 സയൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ നമ്പറുകളൊക്കെ തന്നെ നോക്കി നിന്ന് നിങ്ങൾ ഓരോന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേമിലേക്ക് നേരത്തെ പഠിക്കണം. നിങ്ങൾക്ക് ഏതൊരു ഡ്രൈവർ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവർ കം OAക്ക് 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ടായതുകൊണ്ട് നെക്സ്റ്റ് 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇനി അടുത്തൊരു ജനറൽ വേരിയസ് ഡ്രൈവർ OA വിളിക്കുക. അതല്ലാതെ ജനറൽ ആയിട്ടുള്ള കുറച്ച് OA എക്സാം ഡ്രൈവർ എക്സാമുകളുടെയും വരാനുണ്ട്. അത് വേറെയാണ് വരുന്നത്. അതല്ലാതെ നമുക്ക് ഫയർമാൻ ഡ്രൈവർ, പോലീസ് ഡ്രൈവർ പോലുള്ള യൂണിഫോം പോസ്റ്റുകൾ
ഈ വർഷത്തിന്റെ എൻഡിലോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷന് പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം അതിന് ഒരു വർഷത്തേക്ക് റാങ്ക് ലിസ്റ്റ് ഉള്ളൂ. ആ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളെടുത്ത് എക്സ്പയർ ആകുന്നതേക്കും നമുക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് PSCക്ക് പബ്ലിഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് നോർമലി ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ സ്ട്രീക്ക് വിടാതെ, ആ ഒരു കണ്ടിന്യൂറ്റി വിടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും നല്ലതിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് എക്സാം നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും വേക്കൻസീസിൻ്റെ എണ്ണം കുറച്ച് കുറവായിരിക്കും. സോ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ നല്ല ഉയരത്ത് എത്തിക്കഴിഞ്ഞാൽ അല്ലേ, റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ കട്ട് ഓഫും ഓട്ടോമാറ്റിക്കലി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എക്സാമിന് കട്ട് ഓഫ് നമുക്ക് കൃത്യമായിട്ട് ആദ്യം തന്നെ പറയാൻ കഴിയില്ല. കാരണം നമുക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര പേര് അറ്റൻഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്കിലും കട്ട് ഓഫ് സ്വാഭാവികമായിട്ടും കൂടും. കാരണം ഇന്നത്തെ കാലത്ത് പഠിക്കാനുള്ള സോഴ്സ് കൂടുതലാണ്, പഠിക്കാൻ ആളുകളും കൂടുതൽ പഠിക്കാൻ ഒരു മേഖലയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, എക്സാമും ജോലിയൊക്കെ ആവശ്യമായതിനാൽ. സോ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക. നമുക്ക് ഓരോരോ സെക്ഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് പഠിക്കുക. ഞാൻ ഈ ഡ്രൈവർ റിലേറ്റഡിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ജനറൽ നോളജിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും മാത്സിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചായിട്ട് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക. സോ അങ്ങനെ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ബാച്ച് CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഇപ്പം നിലവിൽ നടന്നിട്ടുള്ള പ്രീവിയസ് സിലബസ് പ്രകാരമുള്ള ഫുള്ളി റെക്കോർഡഡ് കണ്ടന്റ്സ് നിങ്ങൾക്ക് ക്ലാസ്സിലുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്ത വീഡിയോസ്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള മെൻറ്ററിംഗ് ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാത്തോടും കൂടിയിട്ട് CCയിൽ പുതിയ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പർ കാണാം, നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി വരാൻ പോകുന്ന ഡ്രൈവർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ തുടങ്ങുക. അവസാനത്തെ ഇപ്പോൾ തൊട്ട് മുന്നേ നടന്ന എക്സാമുകളിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് നടത്താൻ പറ്റിയ ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എക്സാം കറക്റ്റായിട്ട് നടത്താൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തൊരു എക്സാം നിങ്ങൾക്ക് ഒന്നുകൂടിയും ഈസി ആയിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ പഠിച്ചതിൻ്റെ കണ്ടിന്യൂറ്റി വിടാതെ ബാക്കി കൂടി പഠിക്കുക. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മളുടെ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നുള്ള വീഡിയോസ് ഒക്കെ കാണാവുന്നതാണ്. ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.